السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد റിയാദു സ്വാലിഹീനിൽ നിന്നുള്ള ബാബുർ റജാ അള്ളാഹുടെ റഹ്മത്തിനെ ആഗ്രഹിക്കുക എന്ന ഒരു ബാബ്. അള്ളാഹുടെ റഹ്മത്ത് കൊണ്ടായിട്ടിട്ട് ഞങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടു. അപ്പൊ അള്ളാഹുടെ റഹ്മത്തും ചൊല്ലത് അത് വലിയ വിശാലമായതായിട്ടിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അള്ളാഹുടെ റഹ്മത്ത് ഒരു ഉദാഹരണ രീതിയിൽ പഠിപ്പാട്ടു. എന്തിനും ചൊന്നെങ്കിൽ ഉദാഹരണം ചൊല്ലത് ആ സംഭവം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് അത് മനസ്സിലാക്കി കൊടുത്തതായിട്ടിട്ട് എതിർക്കാനും കണ്ടറിയുമ്പോൾ തായിട്ടിട്ട് കൂടുതൽ അതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുക ഒരു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് പറയുമ്പോൾ ആ യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടങ്ങളെ പിടിക്കപ്പെട്ടങ്ങളെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോ ആ കൂട്ടത്തിൽ ഒരു പെണ്ണിങ്ങെത്ത് അയിമ ഈ കിടാവ് അയിമ എന്തെങ്കിൽ മുലകൂട്ടി എന്നെ പെണ്ണുങ്ങായിട്ട് കിടയുമ അയിമയുടെ കിടാവ് നഷ്ടപ്പെട്ടിട്ട് അപ്പൊ ഇമ്മടെ ഈ നെഞ്ഞില് പാല് നിറഞ്ഞത് അപ്പൊ അയിമ അത് എന്തായിരുന്നു അതിലൊരു ബുദ്ധിമുട്ട് അയിമ അനുഭവിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ ആ പെണ്ണുങ്ങൾ കൂട്ടത്തിലുണ്ട്. അങ്ങനെ മദീനത്ത് വന്നു നോക്കുമ്പോൾ ഈ പെണ്ണുങ്ങളെ കിടാവിടെ കണ്ടെത്തു. വേഗം ഓടിപ്പോയി എടുത്തിട്ട് ആ കിടാവുക്ക് മുലപ്പാൽ കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് നോക്കി നിൽക്കുന്ന സ്വഹാബാക്കളെ ചെന്ന് ആ പെണ്ണുങ്ങ ആ കിടാവോടൊട്ടിയ കാട്ടുള്ള കൃപ നോക്കൂ അല്ലെ. ആ പെണ്ണുങ്ങ ആ ഉമ്മ ആ കിടാവിടെ ഒരു തീക്ക് വലിച്ചെറിയാൻ കേട്ടു. തീക്കത്തിക്കൊണ്ടിരിക്കുമ്പോ അയമടെ ഇഷ്ടപ്രകാരം കൊണ്ടിട്ട് ആ തീക്കിടോന്ന് ചൊന്ന കൈ മീടുക ഇടാൻ. കാരണം ആ കിടാവിടെ കിട്ടിട്ടാകുമ്പോ അയിമ ആക്കിയത് നോക്കും. ഉമ്മമാർക്ക് മക്കളൊട്ട് അത്ര പിരിസായിട്ടിക്കല്. അപ്പൊ അങ്ങനെ മക്കളൊട്ട് അങ്ങ് പിരിസിക്കല്, പ്രത്യേകിച്ച് ഉമ്മമാർക്ക് കൂടുതൽ പിരിസായിട്ടിക്കല്. അപ്പൊ ഈ കിടാവിടെ കിട്ടിയപ്പോ അയിമാൻ ആ സന്തോഷവും ആ കിടാവിടെ എടുത്തിട്ട് അയിമ ആ കിടാവ് മുല കൂട്ടിയതും. ഈ സമയത്തായിട്ട് സ്വഹാബാക്കളായിട്ട് നബിത്തങ്ങ കേൾക്കല് ഈ പെണ്ണിങ്ങ ഈ കിടാവിടെ തീക്ക് ബൽച്ചെറിയവ. അപ്പൊ സ്വഹാബാക്കൾ ചെന്നത് ഇല്ല നബിയേ. അപ്പൊ അത്രക്കും ഉമ്മക്ക് ഈ മോണ്ടിട്ട് കൃഫല്ലേ ഈ കിടാവിടൊട്ടു. എന്നാ അള്ളാഹു തആല തന്റെ അടിമകളായ ഞങ്ങളൊട്ടു അവന്റെ അടിമകളൊട്ടു അത്രക്കും കൃപയുള്ളവണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി ഇതിനേക്കാൾ കൂടുതൽ കൃപയുള്ളവണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി കൊടുക്കുക. അപ്പൊ അള്ളാഹു അവന്റെ റഹ്മത്ത് വിശാലമായത്. അപ്പൊ ഞങ്ങ എന്തെങ്കിലും ഞങ്ങളിൽ മിസ്റ്റേക്ക് വന്ന് ഞങ്ങപ്പുറ തോപ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇപ്പുറ പിന്നെയും നമുക്ക് പുറത്ത് തരകു റെഡി. അപ്പൊ അത്രക്കും അള്ളാഹു ഞങ്ങളിട്ട് കൃപയുള്ളവൻ കരുണയുള്ളവൻ എന്ന്. ഇൻഷാ അല്ലാഹ് ഹദീസ് നമുക്ക് പ്രവേശിക്കാം. ഹദീസ് നമ്പർ 418. വൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ല് ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിട്ട് വന്നു. ബിസബീൻ ചൊല്ലിങ് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ടവരുമായിട്ടായിരിക്കും. ഒരു കാലത്ത് പോയിട്ട് യുദ്ധത്തിൽ കണ്ടെങ്കിൽ കുറെ ആൾമാർ അതിൽ പിന്നെ മരിച്ചു പോണ്ടാറ്, കുറെ ആൾമാർ പിടിക്കപ്പെട്ട് കുറെ ആൾമാർ ഓടി രക്ഷപ്പെട്ടാറ്. അപ്പൊ കിട്ടിയാലെ പിടിച്ചോണം. അതെന്റെ റൂസും നിയമൊക്കെ അങ്ങനെ തന്നെ ഏറ്റിത്. നോക്കുമ്പോ പിടിച്ച വന്നിട്ടാകുമ്പോ ഈ പെണ്ണുങ്ങളിൽ നിന്നുള്ള ഒരു പെണ്ണുങ്ങ ഓടിപ്പോയി വന്നിട്ടുണ്ട്. എന്നാൽ ഓടി വന്നെങ്കിൽ ഇങ്ങനെ കൈത്തപ്പാട്ടി പോട്ടല്ല എന്ത് ചെയ്താ ഇത് വജദത്ത് സ്വബിയം ഫി സബി അഖദത്തു ചെന്നെങ്കിൽ ഈ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഈ ആളുമാരുടെ കൂട്ടത്തിൽ ഈമടി കിടാവുണ്ട്. ഈ കിടാവിടെ കൂടെ കണ്ടിട്ടാകുമ്പോഴേക്കിട്ട് ഈമെന്താക്കണേ ഓടിപ്പോണ്ടേ ആ കിടാവിടെ എടുത്തോണ്ടിട്ടു. ബയത്ത് കൈമ അത് അഗ്ഗി പിടിച്ചോണ്ടിട്ടു. ഫഅർദാതു ആ കിടാവ് മല കൂട്ടിത്തു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പ നബി തങ്ങ കേക്കട അതറൗന ആദിൽ മർഅത ഫാരിഹത്തൻ വലദഹാ ഫിന്നാർ. ഈ പെണ്ണുങ്ങ ഈ കിടാവിടെ തീക്കിടുന്നതായിട്ട് നിങ്ങൾ കാണ്ടറാം. ഈമ തീക്കിടുവാ. ഫഖുൽന ലാ വല്ലാഹി സ്വഹാബാക്കൾ ചൊല്ലുന്ന ചൊന്ന നബിയെ ഈ ഒരിക്കലും ഇടാല അത്രക്കും പിരിസല്ലേ കരുണല്ലേ ആ കിടാവിടെ കാട്ടുണ്ടല്ലേ. ഫഖാല അപ്പൊ അള്ളാഹു നബി തങ്ങ ചെന്ന് ലല്ലാഹു അർഹമു ബി ഇബാദി. അള്ളാഹു ആണ്ട് അവിടെയും അടിമകളായ മനുഷ്യന്മാരോട്ട് അവന് റഹ്മത്ത് ചെയ്ത മിൻ ഹാദിഹി ബി വലദിഹാ ഓലും ഓലെ കിടാവിടൊട്ട് ഈ കാട്ട് ഈ കരുണയുടെ കാലും
ഏറ്റവും കൂടുതൽ ഇതിനേക്കാളും ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ അള്ളാഹു മനുഷ്യന്മാരൊട്ടിಗೆ അവന്റെ അടിമകളൊട്ടിಗೆ അള്ളാഹു റഹ്മത്ത് ചെയ്യുക. മുത്തഫഖുൻ അലൈഹി. അപ്പൊ അള്ളാഹു തആലയുടെ റഹ്മത്ത് അത്രക്കും വിശാലമായത്. ഇനി ഇതേ രീതിയിലുള്ള പിന്നൊരു ഹദീസ് നോക്കും. 419 വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന്, അത് ഇതേ രീതിയോ നിങ്ങൾ അതേപോലത്തെ സ്റ്റോറി അല്ല, അള്ളാഹുടെ റഹ്മത്ത് വിശാലമായത് എന്ന്. ലമ്മ ഖലഖല്ലാഹുൽ ഖൽഖ, അള്ളാഹു സൃഷ്ടികളൊക്കെ പടച്ചപ്പ, കതബ ഫീ കിതാബിൻ, ഒരു കിതാബിൽ ഒരു എഴുതുന്നതിൽ അള്ളാഹു എഴുതിയ, ഫഹുവ ഇൻദഹു ഫൗഖൽ അർശ്, ആ എഴുതി വെച്ചത് അള്ളാഹുടെ അർശിയുടെ മേലെ ഉണ്ട്. എന്തിനാ എഴുതിയത്? ഇന്ന റഹ്മതി തഗ്ലിബു ഖതബി, നന്റെ റഹ്മത്ത് നന്റെ ദേഷ്യത്തുക്ക് വിജയിക്കുന്നത്. അതായത് നന്റെ റഹ്മത്തും നന്റെ ദേഷ്യവും നോക്കുമ്പോൾ നന്റെ റഹ്മത്തായിട്ടിക്കട് കൂടുതൽ, എപ്പോഴും നന്റെ റഹ്മത്തായിട്ടിക്കട് അതിൽ ഭിന്നാവുക എന്നുള്ളത്. വഫീ റിവായത്തിന് ഗലബത്ത് ഗളബി, നന്റെ ഗളബ് നന്റെ ദേഷ്യത്തുക്ക് അത് വിജയിക്കുക എന്നും. വഫീ റിവായത്തിന് സബഖത്ത് ഗളബി, നന്റെ ദേഷ്യത്തുക്ക് അത് മുന്നലാവുക എന്നും മുത്തഫഖുൻ. അപ്പൊ ഇതൊക്കെ ഈ ഹദീസിൽ ചൊന്നത് ടോട്ടൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലെ, അള്ളാഹു ഈ സൃഷ്ടികളൊക്കെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അള്ളാഹു താല എഴുതി വെച്ചതുണ്ട് ഒരു കിതാബിൽ. എന്തരെ? നന്റെ റഹ്മത്ത് നന്റെ ദേഷ്യത്തിന് മുൻകടക്കട്. ഇപ്പൊ ദേഷ്യത്തെക്കാൾ കൂടുതൽ റഹ്മത്തായിട്ടിക്കട്, ദേഷ്യത്തെക്കാൾ സ്പീഡിലെത്തുന്നത് റഹ്മത്തായിട്ടിക്കട്. അപ്പൊ അള്ളാഹുടെ റഹ്മത്ത് വിശാലമായത് എന്നും. അപ്പൊ അള്ളാഹു താല അടിമകളായ ഞങ്ങളൊട്ടു അള്ളാഹു താല വല്ലാത്ത കരുണയും കൃപവും ചെയ്യണം. ഇനി ഇതിനെ സംബന്ധിച്ച് ഇതുപോലത്തെ ഹദീസുകൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാതുകൊടുക്കാം. നല്ല കാതുകൊടുത്ത എല്ലാ ആൾമാർക്കും അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ, എല്ലാവിധ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.